വെൽക്കം ബാക്ക് ടു ദ ഹെവൻ ഓഫ് സ്റ്റോറി ടെല്ലർ ഫിനിക്സ് ഗേൾ ഭാഗം 40 തുടരുന്നു. മിയ തന്റെ ഓർമ്മയിൽ തന്നെ നിന്നു. അവൾക്ക് പഴയ കാര്യങ്ങളിൽ നിന്നും പുറത്തു വരാൻ കഴിഞ്ഞില്ല. പെട്ടെന്നൊരു ശബ്ദം കേട്ടതും മിയ തിരിഞ്ഞു നോക്കിയ മിയ ആ നിമിഷം ഞെട്ടിപ്പോയി. ഭിത്തിയിൽ ചാരി തളർച്ചയോടെ എല്ലാം നശിച്ച പോലെ നിൽക്കുന്നവളെ കണ്ടതും മിയ ശരിക്കും ഭയന്നുപോയി. കണ്ണുകൾ വല്ലാതെ ചുവന്നു നിൽപ്പുണ്ട്, കൈകൾ വല്ലാതെ വിറയ്ക്കുന്നു. മിയയുടെ ഉള്ളിലെ ഡോക്ടർ ഉണർന്നു. മൗനി തളർന്നു വീഴാൻ പോവുകയാണെന്ന് മനസ്സിലായതും മിയ വേഗം മൗനിയെ താങ്ങാനായി മുന്നേറ്റു പാഞ്ഞു. എന്നാൽ അവൾ താഴെ വീഴുന്നതിനു മുന്നേ മറ്റൊരു കൈകളിൽ അവൾ സുരക്ഷിതയാണ്. അത് കണ്ടുകൊണ്ട് നിന്ന് മിയയുടെ ചുണ്ടുകൾ അത്ഭുതത്തോടെ മുഴുകി. കൃഷ്ണി, അവളെല്ലാം അറിഞ്ഞില്ലേ? കൃഷ് വല്ലായ്മയോടെ അവളെ നോക്കി. മിയ ഇടർച്ചയോടെ തലയാട്ടി. ഒരു നിമിഷം അവർ ഇരുവരും പരസ്പരം നോക്കി. പറയാതെ തന്നെ ഇരുവരുടെയും ഉള്ളിൽ എന്താണെന്ന് മനസ്സിലായതിനാൽ മിയ പതിയെ തലയാട്ടി. എന്നിട്ട് മിയെ കാണിച്ചു റൂമിലേക്ക് അവൻ മൗനിയുമായി കയറി. മൗനി അവന്റെ നെഞ്ചിൽ ചാരിയാണ് കിടക്കുന്നത്. അതറിഞ്ഞതുപോലെ അവന്റെ ഹൃദയം വല്ലാതെ മിടിച്ചുകൊണ്ടിരുന്നു. തനിക്ക് ഉള്ളിൽ ഉയരുന്ന വെപ്രാളത്തെ തടഞ്ഞുകൊണ്ട് ക്രിഷ് അവളെ ബെഡിലേക്ക് കിടത്തുമ്പോൾ മൗനിയുടെ കൈകൾ അവന്റെ ഷട്ടിൽ മുറുകി. അവൻ നോക്കുമ്പോൾ കണ്ണുകൾ നിറഞ്ഞ് തന്നെ നോക്കി കിടക്കുന്ന മൗനിയെ കണ്ടത് കൃഷിന്റെ നെഞ്ചിൽ ഒരു നിമിഷം വല്ലാതെ പിടഞ്ഞു. അവന്റെ കണ്ണിൽ നോക്കിക്കൊണ്ട് എഴുന്നേക്കാൻ തുടങ്ങിയ മൗനിയെ അവൻ പെട്ടെന്ന് എഴുന്നേൽപ്പിച്ചു. എന്നാൽ അവൻ പോലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളായിരുന്നു അവിടെ നടന്നത്. മൗനി കൃഷിന്റെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് കുറച്ചു നേരം ഇരുന്നു. വല്ലാതെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ആ നിമിഷങ്ങളിൽ അവൻ കണ്ണുകൾ കലങ്ങി വല്ലാത്തൊരു ഭാവത്തോടെ ഏങ്ങലോടെ അവന്റെ നെഞ്ചിലേക്ക് ചുണ്ടുകൾ അമർത്തി പൊട്ടിക്കരയുകയായിരുന്നു മൗനി. ആ നിമിഷങ്ങളിൽ എന്തൊക്കെയോ പുലമ്പിക്കൊണ്ട് അവന്റെ നെഞ്ചിൽ ആ അവസ്ഥയിൽ തന്നെ അവൾ കിടന്നു. കിച്ചു, നീ എനിക്ക് തോന്നിയിരുന്നു എന്റെ കിച്ചു ആണ് നീ എന്ന്. എന്താ തേടി വരാതിരുന്നത്? ഞാൻ ചീത്തയായി കിച്ചു. എന്തൊക്കെയോ മൗനി അവ്യക്തമായി പറഞ്ഞുകൊണ്ടിരുന്നു. അവളുടെ ഉള്ളിലെ സംഘർഷം മനസ്സിലാകുന്നത് പോലെ അവന്റെ ഷർട്ടിൽ അവളുടെ കൈകൾ മുറുകുന്നുണ്ടായിരുന്നു. കണ്ണുനീർ കൊണ്ട് അവന്റെ ഷർട്ടുകൾ കുതിർന്നു. മൗനിയുടെ ഏങ്ങലടികൾ അവിടെ ഉയർന്നു. ഒപ്പം കരച്ചിലിന്റെ ശക്തി കൂടുന്നതും അവൻ അറിഞ്ഞു. നിമിഷങ്ങൾ കഴിയുന്തോറും അതിന്റെ ശക്തി കുറഞ്ഞു വന്നു. അവസാനം തളർന്ന് അവന്റെ നെഞ്ചിലേക്ക് വീഴുമ്പോൾ അവളുടെ ചുണ്ടുകൾ മന്ത്രിച്ചു. ഞാൻ ചീത്ത അയക്കിച്ചു. കൃഷ് വേദനയോടെ അവളെ നോക്കി. അവന്റെ കണ്ണുകൾ അവളുടെ അവസ്ഥ താങ്ങാൻ പറ്റാത്ത പോലെ കണ്ണുനീര് വാർത്തു തുടങ്ങി. ഹൃദയം അതിന്റെ തുടിപ്പുകൾ വല്ലാതെ ഉയർത്താനും തുടങ്ങി. തളർന്ന പോലെ അവൾ കരികിലായി കിടന്നു. എന്നിട്ട് മൗനിയുടെ ചെവിയിലായി പതിയെ പറഞ്ഞു, നിന്റെ കിച്ചു എവിടെയും പോയിട്ടില്ല മൗനി. ഇവിടെ ഉണ്ട്, നിനക്കരികിൽ. അവന്റെ വാക്കുകൾ കേട്ടതും ആ മയക്കത്തിൽ പോലും മൗനിയുടെ ചുണ്ടുകൾ പുഞ്ചിരി തൂകി. അത് നോക്കി വേദനയോടെ അവൾക്ക് അരികിൽ കിടന്നു. കുറച്ചു നിമിഷങ്ങൾ അങ്ങനെ തന്നെ. സമയങ്ങൾ കടന്നുപോയി. അവൾ മയങ്ങി എന്നുറപ്പായതിനു ശേഷം അവൻ പുറത്തേക്ക് പോയി. മിയയെ തേടി പിടിച്ച് ചെല്ലുമ്പോൾ അവൾ എന്നത്തെ പോലെ അവിടെയുള്ള ബാൽക്കണിയിൽ ഇരിപ്പുണ്ടായിരുന്നു. കൃഷ് അവൾക്കരികിലായിരുന്നു. ബലമായി അവന്റെ നെഞ്ചോട് ചേർത്ത് അവൻ അത് ആഗ്രഹിച്ചതുപോലെ മിയ അവനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ടിരുന്നു. അവളെ നോക്കിയാകുന്നവരെ കൃഷ് അവളെ ചേർത്ത് പിടിച്ചിരുന്നു. മിയ, എന്തു പറ്റി? ഇത്രയും ഡെസ്പാവൻ നീ വിഷമിക്കാതെ. ഇന്നല്ലെങ്കിൽ നാളെ ഇതെല്ലാം അവൾ അറിയേണ്ടത് തന്നെയല്ലേ? പിന്നെന്താ? അവളുടെ വാക്കുകൾ കേട്ട് അവൾ പതിയെ തലയുയർത്തി അവനെ നോക്കി. എന്നിട്ട് അവളുടെ കയ്യിലുള്ള ഡയറി അവന്റെ നേരെ നീട്ടി. എന്നിട്ട് പറഞ്ഞു, ഇത് കുറച്ചു മുമ്പ് ഞാൻ കണ്ടിരുന്നെങ്കിൽ ഒരിക്കലും ഈ മൗനി ഈ അവസ്ഥയിലാകില്ലായിരുന്നു. എന്റെ തെറ്റായില്ല. എനിക്ക് പറ്റില്ലടാ. മരിച്ചാലോന്ന് തോന്നുകയാ. പറയുന്നതിനൊപ്പം കരയുകയായിരുന്നു മിയ ആ സമയം. നീ ഇങ്ങനെ ആകല്ലേ? കൃഷും അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. ഇല്ലടാ കേദർ,
അവൻ എന്നോട് ക്ഷമിക്കുമോ? എനിക്കറിയില്ല. എനിക്കറിയില്ലായിരുന്നു. അവൻ അവൻ അറിഞ്ഞിരുന്നെങ്കിലെങ്കിൽ ഒരിക്കലും ഒരിക്കലും മൗനിയെ ഞാൻ ഇത്രയും വലിയൊരിതിലോട്ട് തള്ളിവിടില്ലായിരുന്നു. കരച്ചിലോടെ കൃഷിന്റെ നെഞ്ചിൽ തലചായിച്ച് കരയുമ്പോൾ അവനും കരഞ്ഞുപോയി. അവളുടെ കണ്ണുനീർ അവനേക്കാൾ കൂടുതൽ വേദനിക്കുന്നത് ഈ ഭൂമിയിൽ മറ്റാരാണുള്ളത്? മിയയെ ചേർത്ത് പിടിച്ചുകൊണ്ട് കൃഷ് മൗനിയുടെ ഡയറി തുറന്നു. അതിലെ ആദ്യത്തെ വരികൾ അവൻ വായിച്ചു. എന്റെ എന്റെ കിച്ചു ഇത്. എടോ, എനിക്ക് എനിക്ക് തന്നോടുള്ളത് പ്രണയമാണ് എന്ന് എന്നെങ്കിലും എനിക്കരികിൽ വരുമോ താൻ? അന്നത്തെ പൊടിച്ചക്കൻ എന്നെ മറന്നു കാണുമോ? അറിയില്ല. ബട്ട് എനിക്കിഷ്ടമാണോ തന്നെ? വല്ലാത്തൊരിഷ്ടം. അറിഞ്ഞൂടാ താനിപ്പോൾ എങ്ങനെ ഉണ്ടാകും, അറിയില്ല. കൃഷ്ണ അതിലെ ഓരോ വാക്കുകളും വായിച്ചു. എന്നാൽ മുന്നോട്ട് പോകും തോറും കൃഷ് വായിക്കാനാകാതെ അത് അടച്ചു. അപ്പോഴും വായിച്ച കാര്യങ്ങൾ അവന്റെ ഉള്ളിലുണ്ടായിരുന്നു. കിച്ചു, ഞാൻ വലിയൊരു കുഴിയിൽ വീണു. അച്ഛനും അനിയത്തിയും അവർക്ക് വേണ്ടിയിട്ട് അതൊരു പേര്, ബിക്കിനി മോള്. എന്റെ അച്ഛൻ എന്ന് പറഞ്ഞ മനുഷ്യൻ എനിക്കായി കണ്ടെത്തിയ ജോലി. കാരണം എന്താണെന്നറിയോ? ആ മനുഷ്യൻ എന്നോട് പറഞ്ഞു, ആണുകളെ മയക്കാനുള്ള ശരീരമാണ് എനിക്ക് എന്ന്. കിച്ചു, അയാൾ എന്റെ അച്ഛനെന്ന് പറഞ്ഞ വ്യക്തി. അയാൾ നോക്കിയ നോട്ടം ഇന്നും എന്റെ ഉള്ളിലുണ്ട്. പുഴു അരിക്കുന്നത് പോലെ എപ്പോഴും എന്നെ അത് ഓർത്തുകൊണ്ടേയിരിക്കുന്നു. നീ നീ എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകുമോ? കാത്തിരിക്കട്ടെ നിന്റെ മാനിക്കുട്ടി. കൃഷ് അതേസമയം ആ ഡേറ്റുകളും നോക്കി. അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഒരു പക്ഷേ അവന്റെ ഉള്ളിൽ തേങ്ങിക്കൊണ്ടിരുന്നു. കേദാർ അവളെ തേടി വന്നിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഒരു അവസ്ഥയിൽ മൗനി എത്തില്ലായിരുന്നു. തുടരുന്നു. അടുത്ത ഭാഗത്തിനായി കാത്തിരുന്നാലോ? ഇത്രയും സ്നേഹിച്ച് പരസ്പരം പറയാതെ പോയ കേദാറും മൗനിയും അവർക്കൊരു പക്ഷേ ഈ ജന്മം ഒന്നിക്കാൻ കഴിഞ്ഞില്ലായിരിക്കാം. നമ്മൾക്കറിയില്ലല്ലോ ദൈവം എന്താണ് അവർക്കായി കാത്തുവെച്ചതെന്ന്. കാത്തിരുന്നാലോ?